സോഷ്യൽ മീഡിയ തുറന്നാൽ ഇപ്പം വാരണാസി എന്ന് പറഞ്ഞ സിനിമയുടെ വിശേഷങ്ങൾ മാത്രമേ ഉള്ളൂ. പൃഥ്വിരാജിന്റെ കുംഭ എന്ന് പറഞ്ഞ കഥാപാത്രത്തിന്റെ ആ ഒരു പോസ്റ്റർ വന്ന സമയത്ത് ഒരുപാട് ട്രോളുകൾ വന്നെങ്കിലും ഇപ്പൊ ആ ഒരു ടൈറ്റിൽ എസ് രാജമൗലിയുടെ സിനിമയുടേത് വന്നതോടെ ആകെപ്പാടെ സോഷ്യൽ മീഡിയ കത്തിച്ചു എന്ന് തന്നെ പറയാം. ഭയങ്കര അത്ഭുതം തോന്നിക്കുന്ന രീതിയിൽ എന്തൊക്കെയാണ് ഇതിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്ന് സംശയം തോന്നുന്ന രീതിയിലാണ് ആ ഒരു ഗ്ലിംസ് വീഡിയോ വന്നിട്ടുള്ളത്. എനിക്കത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഫീലായൊരു സംഭവം വലുതെന്തോ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളൊരു ഫീലാണ്. എന്താ ചെയ്തു വെച്ചിരിക്കുന്നത്, അതെങ്ങനെ ആ ഒരു ടൈം പീരീഡ് മാറി വരുന്നത്, അതിൻ്റെ കളർ ചേഞ്ച് ആയിട്ട് വരുന്നത്, വേറെ എന്തൊക്കെയോ എഫക്ട്സ് കയറി വരുന്നു. ഒന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുമ്പോഴത്തേക്ക് അടുത്തത് കയറി വരുന്നുണ്ട്. എന്താണെന്ന് നിർത്തിവെച്ച് നോക്കുമ്പോൾ ആ ഒരു ഫ്ലോ നഷ്ടപ്പെട്ടു പോകുന്നു. ആ ഒരു എക്സൈറ്റ്മെൻറ്റ് കാണുമ്പോൾ ഉള്ളൊരു എക്സൈറ്റ്മെൻറ്റ് മാത്രമല്ല ഐമാക്സിലാണ് വരുന്നതെന്നാണ് കേൾക്കുന്നത്. അതിപ്പോൾ ടീസറേ ഇതുപോലെ ആണെങ്കിൽ തിയേറ്ററിൽ ഈ ഒരു എക്സ്പീരിയൻസ് എന്തായിരിക്കും എന്നുള്ളത്. ഇതൊരു ടീസർ പോലും ആയിട്ടില്ല, പക്ഷെ എന്നിട്ട് പോലും നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് ഒരുപാട് കാര്യങ്ങൾ ഒരു വേറെ ഏതോ ലോകത്തെത്തി തിരിച്ചു വന്നതുപോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പ്രധാനമായിട്ടും എനിക്ക് തോന്നിയത് അന്റാർട്ടിക്ക, ഐസ്ബർഗ്, അതിൽ നിന്ന് ആഫ്രിക്കയിലേക്ക് പോകുന്നു. പിന്നെ ഇതൊക്കെ മെർജ് ചെയ്ത് വരുന്നതാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ മാറി മറിഞ്ഞ് ഉരുണ്ട് വരുന്ന ഒരു ഫീല്. അതിപ്പോൾ നമ്മൾ തിയേറ്ററിൽ കാണുകയാണെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസും കൂടെ വെച്ച് നോക്കും. ആ ഒരു സൗണ്ടും ആ ഒരു സൗണ്ട് എഫക്ട്സും ഈ ഒരു സ്ക്രീനും അതൊക്കെ ഒന്ന് പ്രതീക്ഷിക്കുമ്പോൾ അതൊരു എന്ത് എക്സ്പീരിയൻസ് ആയിരിക്കും എന്നാ പറയേണ്ടത്. ഇതൊരു എസ് രാജമൗലി മാജിക്, എന്ത് വേണമെങ്കിലും പറയാം നമുക്കത്. എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ളത് ബാഹുബലിക്ക് മുമ്പും ശേഷവും ഇന്ത്യൻ സിനിമ എന്ന് പറയാറുണ്ടല്ലോ, അതിന് പകരം ഇനിയിപ്പം വാരണാസി ഇറങ്ങിക്കഴിയുമ്പോൾ അതിന് മുൻപും ശേഷവും എന്ന രീതിയിലേക്ക് ഇന്ത്യൻ സിനിമ പൊളിച്ചെഴുതപ്പെടുമോ എന്നുള്ളൊരു സംശയം. അതുപോലെ ഒരു ഗ്ലോബൽ റീച്ചിലേക്ക് ഈ സിനിമ എന്തായാലും പോകും എന്നുള്ളൊരു തോന്നലാണ് ഉണ്ടാകുന്നത്. എസ് രാജമൗലി എന്ന സംവിധായകൻ ഒരു ബ്രാൻഡ് നെയിമാണ്. അതിപ്പം ഇന്ത്യയിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല ഒരിക്കലും. അതിനൊരു ഗ്ലോബൽ സ്വീകാര്യത ഉണ്ട്. ഇതുവരെ ചെയ്തു വെച്ച സിനിമകൾ ഒന്നുപോലും ഫ്ലോപ്പ് ആകാത്തൊരു സംവിധായകനാണ്. മാത്രമല്ല, നായകനേക്കാൾ സംവിധായകനെ നോക്കി പ്രേക്ഷകർ സിനിമക്ക് പോകുന്നുണ്ടെങ്കിൽ അത് രാജമൗലി സിനിമകൾക്ക് വേണ്ടിയിട്ടായിരിക്കും. അത് നമ്മൾ ഈ നായകന്റെ കാര്യം പറയുമ്പോൾ മഹേഷ് ബാബു ആണ് അടുത്ത സിനിമയിൽ നായകനായി വരുന്നതെന്ന് പറയുമ്പോഴും ഒരുപാട് ട്രോളുകളുണ്ട്. അദ്ദേഹത്തിന്റെ ഇൻഡസ്ട്രിയിലും മഹേഷ് ബാബുവിന് വലിയ പേരും പെരുമയും ഉണ്ടെങ്കിൽ പോലും പുറത്തുള്ള ഇൻഡസ്ട്രി അല്ലെങ്കിൽ മലയാളത്തിലൊക്കെയുള്ള ക്രിട്ടിക്കുകൾക്ക് വിലയിരുത്തുന്നത് വെച്ച് നോക്കുമ്പോൾ മഹേഷ് ബാബുവിന് എക്സ്പ്രഷൻസ് പോരാ, അല്ലെങ്കിൽ എക്സ്പ്രഷൻസ് അധികം ഇടാതെ സ്റ്റില്ലായിട്ട് അഭിനയിക്കുന്ന ഒരാളാണ് എന്നൊക്കെയുള്ള ഒരുപാട് ക്രിറ്റിസിസം അദ്ദേഹം ഏൽക്കാറുണ്ട്. പക്ഷേ ഈ ഒരു ഗ്ലിംസ് വീഡിയോ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി രാജമൗലിയുടെ കയ്യിൽ കിട്ടുന്നതിനെ ഏറ്റവും മികച്ച രീതിയിൽ തന്നെ അദ്ദേഹം അവതരിപ്പിക്കും. ഉറപ്പായിട്ടും. അതിപ്പോൾ പൃഥ്വിരാജിന്റെ കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഇതൊരു പൃഥ്വിരാജ് സിനിമ അല്ലെങ്കിൽ മഹേഷ് ബാബു സിനിമ, ഹോളിവുഡ് വരെ എത്തിയ പ്രിയങ്ക ചോപ്രയുടെ സിനിമ എന്നുള്ളതല്ല. ഇതൊരു എസ് രാജമൗലി സിനിമയാണ്, കീർവാണിയുടെ സംഗീതമാണ് എന്ന നിലയിലാണ് ഇത് മാർക്കറ്റ്. ശരിക്കും ഈ ഒരു വീഡിയോ കാണുന്ന സമയത്തും ആ സംഗീതം ഭയങ്കരമായിട്ട് നമ്മളെ എലവേറ്റ് ചെയ്യാൻ, ഓരോ സീനും എലവേറ്റ് ചെയ്യാനായിട്ട്, പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ആ ഒരു രാമായണത്തിന്റെ റെഫറൻസ് രാവണനായിട്ട് പൃഥ്വിരാജിനോ അല്ലെങ്കിൽ ആ ഒരു സീനൊക്കെ വരുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് മ്യൂസിക്കിന് നമ്മളെ അതിലേക്ക് എലവേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു പവർ അത് അദ്ദേഹം കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഓരോ കാലങ്ങൾ മാറുന്നതനുസരിച്ച് ഇപ്പോൾ ഈ ത്രേതായുഗം എന്നൊക്കെ പറയുന്നത് കാണിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇതൊരു ടൈം ട്രാവൽ ആണ്, അതുപോലെ തന്നെ ഒരു ലോക സഞ്ചാരം വരുന്ന ഒരു സിനിമയാണ് എന്നൊക്കെ വരുമ്പോഴത്തേക്ക് എന്തൊക്കെയായിരിക്കും വരാൻ പോകുന്നുള്ള ഭയങ്കര എക്സൈറ്റ്മെന്റ്. പൃഥ്വിരാജിന്റെ പോസ്റ്റർ വന്ന സമയത്ത് ഞാൻ ഇതൊരു സയൻസ് ഫിക്ഷൻ സാധനമായിരിക്കും, എന്തൊക്കെയോ കുറെ യന്ത്രങ്ങളുടെ ഒരു ലോകമായിരിക്കും പറയാൻ പോകുന്നത്, അങ്ങനെയൊക്കെയാണ് ഞാൻ ചിന്തിച്ചത്. പക്ഷെ ഈ ഒരു ഗ്ലിംസ് വന്നതിന് ശേഷമാണ് അതൊന്നും അല്ല, അതുക്കും മേലെ എന്നൊക്കെ പറയുന്ന ഒരു ലെവൽ സാധനമാണെന്ന് പറയുന്നത്. ഞാൻ പറയുന്നത് ആ ഒരു നമുക്ക് എത്രത്തോളം എപ്പിക് സിനിമകൾ വിജയിക്കും എന്നുള്ളത് മലയാളത്തെ സംബന്ധിച്ച് എല്ലാ കാലത്തും അത്തരം സിനിമകൾ വിജയിച്ചിട്ടില്ല. ഇന്ത്യൻ സിനിമ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും എപ്പിക് സിനിമകൾക്ക് ഒരു ലിമിറ്റ് ഉണ്ട് വിജയിക്കുന്നതിന് എന്ന് പറയുന്നത്. ഇപ്പോൾ എസ് രാജമൗലി കൊണ്ടുവരുന്നത് രണ്ടും കൂടെ മെർജ് ചെയ്തുകൊണ്ടാണ് വരുന്നത്. അത് അവിടെ ഒരു പ്ലസ് പോയിന്റ് ആണ്. അതിലേറ്റവും പ്രധാനമായിട്ട് എപ്പോഴും തോന്നിയിട്ടുള്ളത് രാജമൗലി അവരുടെ ഇമോഷൻസിനെ, കഥാപാത്രങ്ങളുടെ ഇമോഷൻസിനെ പ്രേക്ഷകരിലേക്ക് വളരെ നന്നായിട്ട് കൺവിൻസിങ് ആയിട്ട് എത്തിക്കും. അപ്പോഴാണല്ലോ നമുക്ക് ദൂരെയുള്ള ഒരു കഥ അല്ലെങ്കിൽ വളരെ ദൂരത്തിലുള്ള ഒരു ലോകത്തിന്റെ കഥ നമ്മൾ അറിയുന്നു എന്നതിനൊപ്പം അതിലെ ക്യാരക്ടേഴ്സിനൊപ്പം നമ്മൾ സഞ്ചരിക്കുന്നത് കൊണ്ടാണ് നമുക്കത് ഒരുമിച്ച് പോകുമ്പോൾ ആ ഒരു വ്യത്യാസം അല്ലെങ്കിൽ അത് വിജയമാകുന്നതിന്റെ പിന്നിൽ ആ ഒരു ഇമോഷണലി പ്രേക്ഷകരെ ഗ്രാബ് ചെയ്യാനുള്ള ഒരു കഴിവ് അദ്ദേഹത്തിന്റെ സ്റ്റോറി ടെല്ലിംഗിൽ ഉണ്ട് എന്നുള്ളതാണ്. അത് ബാഹുബലിക്ക് പ്രത്യേകിച്ച് നമ്മൾ അത് കണ്ടിട്ടുള്ളതാണ്, നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ ദേവസേനോട് തോന്നിയ ഇഷ്ടമാണെങ്കിലും ബാഹുബലിനെ നമ്മൾ സ്വീകരിച്ച രീതിയാണെങ്കിലും ആ ഒരു ഇമോഷൻ, ഈച്ച പോലൊരു സിനിമ നമുക്ക് വളരെ തമാശയായിട്ട് തോന്നില്ല. ഈച്ചയായിട്ട് ഒരാൾ പുനർജനിച്ചു എന്നൊക്കെ പറയുമ്പോൾ
നമ്മൾ ഈച്ചയൊക്കെ നമ്മളൊരു സ്നേഹത്തിന്റെ പ്രതീകമായിട്ട് എന്തെങ്കിലും എവിടെയെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവും. പക്ഷെ അതിനെ അത്രയും ഇമോഷണലി, കാരണം ഈച്ചയെ ഒന്ന് ഒരാൾ കുത്തി നോവിക്കാൻ പോകുമ്പോൾ പോലും നമുക്ക് അത്രയും വേദന വരുന്ന രീതിയിലേക്ക് കൊണ്ടുവരാനുള്ള അദ്ദേഹത്തിന്റെ ഒരു സ്റ്റോറി ടെല്ലിംഗ് കപ്പാസിറ്റിയാണ്. അതായത് നമ്മൾ ചിന്തിക്കാത്ത തലത്തിൽ നിന്നാണ്, നമ്മൾ കഴിഞ്ഞൊരു ടോക്കിൽ പറഞ്ഞതുപോലെ നമ്മൾ ചിന്തിച്ച് നിർത്തുന്നിടത്തുനിന്നാണ് രാജമൗലി തുടങ്ങുന്നത്. നമ്മൾ കാണാത്തൊരു വേൾഡ്, ഇപ്പൊ ഫാന്റസി എന്നൊന്നും പറയാൻ പറ്റില്ല, അത് നമ്മളായിട്ട് കൂടുതൽ അടുപ്പിക്കുന്ന തരത്തിലേക്ക് അതിന്റെ മ്യൂസിക് ആയാലും അതിന്റെ ഒരു വിഷ്വൽ ട്രീറ്റ് ആയിരിക്കും എന്ന് പറയുന്നത്. അത് എത്രത്തോളം നമുക്കൊരു പുതുമ അല്ലെങ്കിൽ ഒരു എക്സ്പെരിമെന്റ് എന്താ പറയാ അതിനെ എന്നുള്ളത് കൃത്യമായിട്ട് അറിയാം. അതുപോലെ തന്നെ പൃഥ്വിരാജിന്റെ പെർഫോമൻസിന് വേണ്ടിയിട്ടും വെയിറ്റിംഗ് ആണ്. അദ്ദേഹത്തിന്റെ ഏറ്റവും നല്ല പെർഫോമൻസ് ഇതിൽ കാണാൻ സാധിക്കുന്ന ഒരു പ്രതീക്ഷ. അതെ, അതുപോലെ തന്നെ പ്രിയങ്ക ചോപ്രയുടെ എൻട്രി ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ എവിടെ നോക്കിയാലും റീൽസിൽ മുഴുവൻ ആ ഒരു ട്രഡീഷണൽ വെയറിൽ ഒരുപാട് നാളുകൾക്ക് ശേഷം പ്രിയങ്ക ചോപ്രയെ വീണ്ടും കാണുന്നു എന്നുള്ളതിന്റെ ഒരു സന്തോഷം പ്രേക്ഷകർക്ക്, അതായത് ബോളിവുഡിൽ നിന്ന് എന്തുകൊണ്ടാണ് പ്രിയങ്ക ചോപ്ര മറ്റൊരു സ്ഥലത്തേക്ക് പോയത് എന്നൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് ഈക്വൽ പേ അല്ലാത്തതിനെ പറ്റിയൊക്കെ ഒരുപാട് സംസാരിച്ചിട്ടുള്ള അങ്ങനെ ഒരാളാണ്. അങ്ങനെ ഒരാളെ ഇത്രയും വലിയൊരു എന്ന് വെച്ചാൽ ഗ്ലോബൽ മാർക്കറ്റ് ഈ ഒരു സിനിമയ്ക്ക് ഉണ്ടാക്കി കൊടുക്കാൻ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നതും തീർച്ചയായിട്ടും പ്രിയങ്ക ചോപ്രയുടെ എൻട്രി തന്നെയാണ്. ശരിക്കും പ്രിയങ്ക ചോപ്രയുടെ ആ ഒരു പേജിലൊക്കെ ഇങ്ങനെയുള്ള നമ്മുടെ നാട്ടിൽ നിന്നുള്ളൊരു സിനിമയുടെ പോസ്റ്റർ ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. ഞാൻ ഈ പറഞ്ഞ പോലെ നേരത്തെ പൃഥ്വിരാജിന്റെ പോസ്റ്റർ കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്ന ഒരു അനുഭവം ഉണ്ടായിരുന്നു. പ്രിയങ്ക ചോപ്രയുടെ പേജിൽ പൃഥ്വിരാജിന്റെ ഒരു ഫോട്ടോ, ഒരു പോസ്റ്റർ കാണുമെന്ന് പറയുന്നത്. പിന്നെ നമ്മൾ എടുത്തു പറയേണ്ടത് ഇതിന്റെ തിരക്കഥാകൃത്തിന്റെ കുറിച്ചിട്ടാണ്. വിജയേന്ദ്ര പ്രസാദാണ് ഇതിന്റെ തിരക്കഥ. അദ്ദേഹം ചെയ്തു വെച്ച എല്ലാ കഥ, ഇപ്പൊ ബാഹുബലി ആണെങ്കിലും ബജ്രംഗി ബൈജാൻ പോലുള്ള ഒരുപാട് സിനിമകൾ അദ്ദേഹം എഴുതി വെക്കുന്നത് അങ്ങനെയാണ്. ശക്തമായിട്ടുള്ളൊരു അടിത്തറ ഉണ്ടാവുമ്പോഴാണല്ലോ ഏറ്റവും മികച്ചൊരു സാധനം പുറത്തേക്ക് വരുന്നത്. അപ്പോൾ വിജയേന്ദ്ര പ്രസാദിന്റെ ഒരു തിരക്കഥ എന്ന് പറയുമ്പോൾ അത് രാജമൗലിക്കൊരു നല്ലൊരു ബേസ് കൊടുക്കുന്നുള്ള കാര്യത്തിലും, അതുപോലെ തന്നെ ആ ഒരു ഹോൾ VFX ആണെങ്കിലും ഒക്കെ ഇതൊരു ടീം വർക്ക് തന്നെയാണ്. കാരണം ഒരാൾക്ക് മാത്രം വിചാരിച്ചാൽ ഇത് ഇത്രയും പെർഫെക്ഷനോടെ കൊണ്ടുവരാൻ സാധിക്കില്ല. മേൽനോട്ടത്തിനുള്ള ആൾ എത്ര നല്ലതാണെന്ന് പറഞ്ഞാലും കൂടെയുള്ള എല്ലാവർക്കും ആ ഒരു വിഷൻ ഉണ്ടാവുക എന്നുള്ളതാണ്. നമ്മൾ എത്രയോ സിനിമകളിൽ ഇപ്പോൾ ആദിപുരുഷ് പോലെയൊക്കെയുള്ള സിനിമകളുടെ VFX കണ്ടിട്ട് നമ്മൾ അയ്യോ ഇത്രയും കോടി മുടക്കിയിട്ട് ഇതാണോ ചെയ്തത് എന്ന് ചിന്തിക്കുന്നിടത്താണ് ഗ്രാഫിക്സ് വെച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ഗ്ലിംസ് നമുക്ക് ഇത്രയും ഗൂസ് ബംസ് തരിക എന്ന് പറയുമ്പോൾ അതിന് അവരെടുക്കുന്ന എഫേർട്ടിനെ മാനിച്ചേ മതിയാവും. വേറൊരു കാര്യം വെച്ചാൽ ടെക്നോളജിയെ സിനിമയ്ക്ക് ഏതൊക്കെ തരത്തിൽ ഉപയോഗിക്കുക എന്നുള്ളതും കൂടെ രാജമൗലി സിനിമ കണ്ടിട്ട് നമ്മൾ പഠിക്കണം. എല്ലാ വരുന്ന പുതിയ പുതിയ ടെക്നോളജികളായാലും അതിൻ്റെ മോശം വശങ്ങളെക്കുറിച്ചാണ് ആദ്യം എല്ലാവരും പറയുന്നത്. പക്ഷെ അതിനെ സിനിമയ്ക്ക് ഏറ്റവും യോജിച്ച തരത്തിൽ അല്ലെങ്കിൽ പുതിയൊരു പഠന വിധേയമാക്കാൻ പറ്റുന്ന തരത്തിലേക്ക് അതിനെ അവതരിപ്പിക്കുക എന്ന് പറയുന്നതും, ഇവിടെ നമ്മളിപ്പോൾ AI വെച്ചിട്ടുള്ള ഓരോ കാര്യങ്ങളാണ് സിനിമയിൽ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നും രാജമൗലി സിനിമകൾക്ക് ബാധിക്കുന്ന ഒന്നേ അല്ല. അതൊക്കെ അദ്ദേഹം നാച്ചുറലി ചെയ്തോളൂ. അങ്ങനെയൊരു ഫീലാണ് അദ്ദേഹത്തിൻ്റെ സിനിമകൾ നമുക്ക് തരുന്നത്. അതുപോലെ തന്നെ ഇപ്പം അദ്ദേഹത്തിൻ്റെ സിനിമകൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് എന്തൊക്കെയാണ് ഇനി കാണാൻ പോകുന്നുള്ള ആ ഒരു അത്ഭുതവും എക്സൈറ്റ്മെൻറ്റും അതിനൊപ്പം തന്നെ ഇനി ബാക്കി വരാനിരിക്കുന്ന കുറേ ക്യാരക്ടർ റിവീലിങ്ങുകൾ ഉണ്ടാകും. അപ്പോൾ അതൊക്കെ ഒരുപാട് കാത്തിരിക്കുന്ന കാര്യമാണ്. ഇനി ടീസർ വരാനുണ്ട്, ട്രെയിലർ വരാനുണ്ട്. അതൊക്കെ എത്രത്തോളം പ്രേക്ഷകരെ ഗ്രാബ് ചെയ്യും എന്നുള്ളത് നമുക്ക് ഇപ്പം തന്നെ ഇത് വന്നപ്പോൾ തന്നെ മനസ്സിലായി ഇത് എത്രമാത്രം എലവേഷനിലൂടെ ആയിരിക്കും പോകാൻ പോകുന്നത് എന്നുള്ളത്. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ പുരാണത്തെയൊക്കെ ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ ഉണ്ടാകുന്നത്. പിന്നെ എനിക്ക് തോന്നിയത് ഇത് ഒരു സിനിമയിൽ തീർക്കാൻ പറ്റുമോ ഇത്രയും കഥകൾ, അല്ലെങ്കിൽ ഇത്രയും 2027 റിലീസ് എന്ന് കേൾക്കുന്നുണ്ടല്ലോ. അപ്പൊ എന്തായാലും ആ സമയം കൊണ്ട് ഇത് മുഴുവൻ ഒരു സിനിമ ഒരു പാക്ഡ് ആയിട്ടുള്ള ഒരു സിനിമയായിട്ട് തന്നെ ഒരു നിമിഷം പോലും, അല്ലെങ്കിലും രാജമൗലി സിനിമയുടെ ഒരു പ്രത്യേകതയാണ് ഓരോ 10 മിനിറ്റിലും നമുക്കൊരു എക്സൈറ്റ്മെന്റ് തരിക എന്നുള്ളത് അദ്ദേഹത്തിന്റെ സിനിമകളുടെ ഒരു പാറ്റേൺ ആണ്. അപ്പൊ അത് തന്നെ ഇതിലും സംഭവിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്.